ഫീച്ചർ റൗണ്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിസാറുംപാട് നമ്മളെ പാലക്കാട് വന്ന് കേട്ടോ. അപ്പോൾ പാലക്കാട് എപ്പോഴും വരുന്നതാണ്. അപ്പോൾ എന്തൊക്കെ സ്പെഷ്യൽ ഇവിടെ നിന്നില്ല ഒന്നും പാടൊന്ന് ചൂയി നോക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ പാലം, ബ്രിട്ടീഷ് പാലം പാലക്കാടില്ലേ. 1941 നിർമ്മിച്ച കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടല്ലോ, അവരെ കീഴിൽ. ഇതിൻ്റെ ഈ ആർച്ച് ഉണ്ടോ, ഈ ആർച്ചിൽ നമ്മളതൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ പാലങ്ങളൊക്കെ പറഞ്ഞാൽ ഫുള്ള് കോൺക്രീറ്റ് അല്ലേ. ഇതിൽ കോൺക്രീറ്റ് ഇല്ല കേട്ടോ, കല്ലുകൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഈ ആർച്ച് ഉണ്ടാക്കിക്കണത്. സാർ എനിക്കിത് കണ്ടിട്ട് എന്താ പറയല്ലേ? എനിക്കിത് പറയാൻ കരിങ്കല്ലിൻ്റെ നല്ല കലാവിരുത്, നല്ല രസകരമായിട്ട് നല്ല ഷേപ്പായിട്ട് എടുത്തത്. ഇതും എല്ലാം ശരിക്കും കാണാം. ഈ ആർച്ച് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അവിടെയാണ് അതിൻ്റെ ഷേപ്പ് അല്ലേ. അയ്യോ, നല്ല പണി എടുത്തിട്ടുണ്ട്. നല്ല അത്ര മിനുസായിട്ട് ഇതിൻ്റെ മേലെ കൂടി വെള്ളം പോകുന്നുണ്ട്, അത് മനസ്സിലാക്കാം. കാണിച്ചു കൊടുക്കാം. വെള്ളം ലീക്കില്ലാതെ ഇപ്പോൾ ഇൻ്റർലോക്ക് പോലെ ഇത്രയും ലോക്ക് സിസ്റ്റത്തിനൊരു പ്രശ്നമില്ലാതെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്ത പണിയാണ്. നല്ല കലാശാലും പോലെ നല്ല എഞ്ചിനീയറിംഗ് വൈദ്യുതി ഇല്ലാതെ ആ പരിപാടി നടക്കും. അന്നത്തെ കാലത്തെ ഇതിൻ്റെ തൂണുകൾ തേച്ചാണ്ടോ, ഫുള്ള് കരിങ്കല്ലാണ്. ആ തേപ്പൊക്കെ ഇപ്പോഴൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത്ര കാലം പഴക്കണ്ട് നോക്കണം. 1941 ഉണ്ടാക്കിയതിൻ്റെ ഇപ്പോൾ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ തൂണ്, അതിൻ്റെ നടുവ് കൂടി വരെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നുണ്ട്. അപ്പോൾ അന്നത്തെ എത്രത്തോളം ബുദ്ധി ആലോചിക്കണം. ഇന്നിപ്പോൾ ഒരു പാലത്തിനും ഞാൻ അത് കണ്ടിട്ടില്ല. പുതിയൊരു പാലത്തിൻ്റെ ടെക്നോളജിയിലും ഈ ഒരു സംഭവം കണ്ടിട്ടില്ല. പക്ഷെ അന്ന് അവരെ കണ്ണിൽ അതൊക്കെ കണ്ടുകണേ. ഇതിപ്പോൾ എല്ലാ തൂണിൻ്റെയും ചുറ്റോറും ഇതുപോലെ ഓരോ കോൺക്രീറ്റ് കൊടുത്തുകൊണ്ടോ. അത് പുതിയതായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് ടീം കൊടുത്തേ തോന്നുന്നുണ്ട്. കാരണം ആ സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ട്. പഴയതിനി എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും അപായം കണ്ടിട്ടാണോ അറിയില്ല, ഒന്നുകൂടെ സ്ട്രോങ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പുതിയ കോൺക്രീറ്റ് കാണുന്നത് ഈ ചുറ്റോറും കൂട്ടിയത് മാത്രമേ കേട്ടോ. ബാക്കിയൊക്കെ പഴയത് തന്നെ. ഇത് അതിൻ്റെ ഒരു എൻഡിൽ കാണുന്ന ഏരിയ കേട്ടോ. എത്രത്തോളം ഹൈറ്റിൽ പടുത്ത് ഉയർത്തിക്ക് നോക്കണേ. ഒരു എൻഡ് സൈഡ് കാണുന്നത്. ഇതിന് ഏകദേശം 13 തൂണ് വരുന്നുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും നടുവത്തെ തൂണത് ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് കുറച്ചുകൂടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ഏറ്റവും വെയിറ്റ് വരുന്ന പൊസിഷനിൽ നടുവിൽ വരുന്ന സംഭവം അത് കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ട് കുറച്ചുകൂടെ നല്ല സൈസിലെ തൂണ് കേട്ടോ. ഈ പാലത്തിന് ഏകദേശം 13 തൂണാട്ടല്ലേ, 13 എണ്ണം ഉണ്ട്. സെൻട്രലിൽ നിന്ന് വീഡിയോ എടുക്കണമെന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് അവിടെ വെള്ളമാകൊണ്ട് ആണ് പോകാൻ പറ്റില്ല. ഭാരതപ്പുഴ കേട്ടോ ഇതിൻ്റെ ചുവട്ടിൽ കൂടി പോണേ. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഫുള്ള് വെള്ളമില്ല, ഏകദേശം ഒരു സൈഡ് കൂടി ഇങ്ങനെ ഒതുങ്ങിപ്പോണ്ട്. ഇതാണ് കേട്ടോ ആ പാലത്തിൻ്റെ മേൽഭാഗം. ഒരു സൈഡ് നടക്കാൻ, ഒരു സൈഡ് കൂടി വണ്ടികൾക്ക് പോകാൻ, നടുവ് കൂടി വെള്ളം പോകാൻ. അന്നത്തെ കാലത്തുള്ള സെറ്റപ്പ് ആലോചിച്ചോക്കണം നിങ്ങൾ. ഇതന്നെ കണ്ടിട്ട് ഇങ്ങനെ. അപ്പം നമ്മളെ മുല്ലപ്പെരിയാറൊക്കെ ഇത്ര പണിയെടുത്തിട്ടുണ്ടാവും അന്നത്തെ കാലത്തെ ആൾക്കാരില്ലേ. എഞ്ചിനീയറിങ് പോലാണെങ്കിലും പണിയെടുത്തത് നമ്മളെ ആൾക്കാരാക്കല്ലോ. ഇപ്പം ഞാൻ നിൽക്കണ പൊസിഷൻ ഏതാ അറിയാം? ഞാനാ പറഞ്ഞില്ലേ നടുവത്തെ കുറച്ച് വലിയ തൂണ് പറഞ്ഞത്, അതിൻ്റെ മുകളിൽ നിന്നില്ല കറക്റ്റ് വ്യൂ ആട്ടത്. ഈ പാലത്തിൻ്റെ സ്ട്രക്ചർ ഒന്ന് കണ്ടോളി കേട്ടോ. ഇത്ര ഡീറ്റെയിലിംഗ് അതിലൊന്ന് നോക്കി നോക്കി. ഇത്ര അടിപൊളി.